ഹായ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് ബേക്കൽ ബീച്ച് ഓർ പള്ളിക്കര ബീച്ച്, കാസർഗോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ബീച്ചാണ്. ബേക്കൽ ഫോർട്ടിൽ പോവലുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും കൊല്ലം പോയാലായി. ആടെ ഇങ്ങനെ വെയിലും കൊണ്ട് കുറച്ച് നടക്കണം, ഫോർട്ടല്ലേ. ഇവിടെ ആകുമ്പം അത്ര നടക്കാനില്ല. പിന്നെ കുറേ ആളെ കാണാം, ഏതെല്ലാം ദിക്കുന്നെല്ലാം വരുന്ന ആൾക്കാരുണ്ട്. വായി നോക്കാം, അതാണ് മെയിൻ. വായി നോക്കാം, പിന്നെ എന്തെല്ലാം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെയെല്ലാം ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക്. അതാണ് മെയിൻ. പിന്നെ നല്ലൊരു റിലാക്സേഷൻ എല്ലാം കിട്ടുന്നു ഇവിടെ പോയിട്ട് ഇരുന്നാൽ. എന്താ അറിയില്ല, നല്ലൊരു വൈബുള്ള സ്ഥലം. ഞങ്ങൾ വന്നപ്പം അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ഫോട്ടോഷൂട്ടിനുള്ള പ്രോപ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ബീച്ചിലൊരു സ്റ്റുഡിയോ ഉണ്ട്, അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം. ചെറിയ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസ്, പിന്നെ ബേബി ഷവർ, പിന്നെ എൻഗേജ്മെൻറ്റ് പാർട്ടീസ്, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. അതെല്ലാം കാണാനും നമുക്ക് അത് കണ്ടിരിക്കുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ബീച്ച് സൈഡിൽ മെയിൻ ഞങ്ങൾ വന്നത് കടൽക്കാറ്റ് കൊള്ളാനാണ്. കടലിൽ കളിച്ചിട്ടില്ല, പക്ഷേ കടലെല്ലാം കണ്ട്. പിന്നെ മക്കൾ ഈ പ്ലേ ഏരിയയിൽ പോയി പിന്നെ കുറേ കളിച്ച് അവരെ കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ കടൽ സൈഡിലേക്ക് പോയി. കാരണം ഞങ്ങൾ കടൽക്കാറ്റ് കൊള്ളാനാണല്ലോ വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് കടൽക്കാറ്റെല്ലാം കൊണ്ട്. കടലിൽ കളിച്ചിട്ടില്ല, എന്താ അറിയില്ല, കടൽ കാറ്റെല്ലാം കൊണ്ട്. അങ്ങനെ പിന്നെ മോനെ ചൊറയാക്കലേ, ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പോവാ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഓക്കെ, ഓനക്ക് വേണ്ടിയിട്ടല്ലോ വന്നത്, ഓൻ്റെ ഹാപ്പിനെസ് ആണല്ലോ ഞങ്ങൾ ഹാപ്പിനെസ്. അങ്ങനെ പിന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ എന്താ ഒട്ടകം പോകുമ്പം എൻ്റെ മോളിങ്ങനെ മേലോട്ടൊക്കെ പോയി. ഫസ്റ്റ് ഓക്കെ ഇപ്പം എല്ലാം അറിയാനായി. അങ്ങനെ പിന്നെ ആ ഒട്ടകം നോക്കിയിട്ട് തന്നെ അവിടെ നിന്ന് നൃത്തത്തിൽ തന്നെ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്ത് ഇങ്ങനെ അവിടെ ഇരുന്ന് കുത്തിയിരുന്നു കുറച്ച് സമയം. പിന്നെ മെല്ലെ എണിച്ചിട്ട് അങ്ങോട്ടും എൻ്റെ ഗെയിം സോണിലേക്ക് പോകാൻ കഴിയുമ്പം അവിടെ മറ്റേ സ്കൈ ഡൈനില്ലേ, അത് ഉണ്ടായിന്, അതിൽ ആൾക്കാർ കയറുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ മൊഞ്ചും കൂടി അവിടെ നോക്കിയിട്ട് നിന്ന് ഞങ്ങൾ. പിന്നെ അതെല്ലാം കണ്ട് പിന്നെയും ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോകണമല്ലോ, ഫൺ മാനിയ. അതാണ് എൻ്റെ മോന് വരാനുള്ള മെയിൻ റീസൺ, ഫൺ മാനിയൊക്കെ പോകാനുള്ള. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് മഞ്ഞെല്ലാം നോക്കിയിട്ട് നടന്നിട്ട് പോകുമ്പോൾ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ പോകുന്ന വഴിക്ക്. അപ്പോൾ ലാസ്റ്റ് കോർണറിലുള്ള ദോശ പോയിൻ്റില്ലേ, അവിടെ നിന്ന് എന്തായാലും ഒരു വട്ടമെങ്കിലും സമൂസ കഴിക്കണം. കാരണം ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫാനായി പോകും. അങ്ങനെ ഒരിക്കൽ കഴിച്ച് പിന്നെ ഫാനായി മാറിയതാണ് ഞാൻ. പിന്നെ എപ്പോഴും ബീച്ചിൽ പോയാലും ഞാൻ ആ സമൂസ കഴിക്കാറുണ്ട്, പഞ്ചാബി സമൂസ. അജ്വൈൻ്റെയും ആലുവിൻ്റെ എല്ലാം നല്ല ഫ്ലേവർ വരുന്ന അതിൽ. പിന്നെ ഇതെൻ്റെ മോനാണ് ഇങ്ങനെ അത് കണ്ടപ്പോൾ പാഞ്ഞ് കയറി, നമ്മളൊന്നും എനിക്ക് വേണ്ട. പിന്നെ അവിടെ എത്തിയിട്ട് ബാഗ് നോക്കുമ്പോൾ അറിഞ്ഞത് കാർഡില്ല, അടുത്ത കാർഡ് എടുക്കാൻ മറന്നു, പുരയിൽ വെച്ചിട്ട് വന്നു. അങ്ങനെ പിന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ നമ്മളെ കാർഡിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാം. അങ്ങനെ അവരെ കാർഡിൽ റീചാർജ് ചെയ്ത് തന്നു അതിലല്ല. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി, മോന് ഹാപ്പിയായി. പിന്നെ പിന്നെ അതിൽ കയറിയാൽ പിന്നെ ഇപ്പോഴൊന്നും വരില്ല, ഞമ്മ അവിടെ നോക്കുത്തിയാവും. അങ്ങനെ ഞങ്ങൾ പുറത്ത് കഴിഞ്ഞ് കുറച്ച് കാറ്റെല്ലാം കൊണ്ട് ആൾക്കാരെല്ലാം വായി നോക്കി. പിന്നെ കുറച്ച് കഴിയുമ്പം ഓൻ ഇറങ്ങിയായിരുന്നു, പൈച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ചായ കുടിക്കാൻ പോയി, ദോശ പോയിന്റിൽ തന്നെ. അവിടെ നല്ല മുളക് ബജിയും ചാട്സും കോളിഫ്ലവർ ഫ്രൈ അങ്ങനെ എന്തെല്ലാം കിട്ടുന്നത്. ഞങ്ങൾ സമോസയും ഇതെല്ലാം മേങ്ങിയത്. ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പിന്നെ മോന് പറഞ്ഞ ഐസ്ക്രീം മതി, ഐസ്ക്രീം തന്നു. പിന്നെ മഗ്‌രിബിൻ്റെ സമയമായി. പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട് അവിടെ. ലൈറ്റെല്ലാം വന്നിട്ടാകുമ്പോൾ നല്ലൊരു വൈബാണ്, നല്ല ലൈറ്റിംഗ് എല്ലാം ഉണ്ട് ബീച്ചിൽ. അങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ അതിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് പിള്ളേരിങ്ങനെ നടക്കാൻ വിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ടാകുമ്പോൾ തന്നെ എൻ്റെ മോന് പറയുമെങ്കിൽ ഞങ്ങൾക്ക് വിശക്കുന്ന ഉമ്മ. മോന് പിന്നെ അവിടുന്ന് കുറേ കളിച്ചതല്ലേ, ഞങ്ങൾ പിന്നെ അങ്ങനെ കളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ വേറെ ഫില്ലായിട്ടുണ്ട്. അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, ഇങ്ങനെ ലൈറ്റായിട്ട് തിന്നാൻ വിചാരിച്ചു. അപ്പോൾ ഓന് പറഞ്ഞ് ഞങ്ങൾക്ക് മോമോസ് മതി ഉമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ മോമോസിന് കാസർഗോഡ് കാഞ്ഞങ്ങാടെല്ലാം പാർച്ചയിലാണ് അധികം പോലെ, അങ്ങോട്ടൊന്നും പോകാനില്ല ഇപ്പോൾ കഴിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെ ഹോം ടൗണിൽ തന്നെ നല്ലൊരു കഫേ ഉണ്ട്, ഈ ടൗൺ. അവിടെ പോയി. അവിടുത്തെ ലോഡഡ് ഫ്രൈസ് എല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ മോമോസ് അവൈലബിൾ ആണെന്ന് അവരെ പേജ് നോക്കിയപ്പോൾ കണ്ടിരുന്നു. അങ്ങനെ പിന്നെ മോമോസ് അവിടെ ഉണ്ടല്ലോ,
പിന്നെ റാപ്പ് അതെല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത മോമോസ് ട്രൈ ചെയ്തു. ഓക്കെ, പിന്നെ അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഓക്കെ ബൈ, സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം.